വചനം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ ഹല്ലേലൂയ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം, സ്തോത്രം. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 13. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, യു ക്യാൻ എൻറ്റർ God's kingdom only through the narrow gate, the hide for the many who choose that way. 14. But the gateway to life is very narrow and the road is difficult and only a few ever find it. ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവൻ ചുരുക്കമത്രേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നല്ല വചനം ഹല്ലേലൂയ വിളിച്ചു. ദൈവത്തിന്റെ രാജ്യത്തിനകത്തേക്ക് കയറുന്ന വാതില് ചെറുത്. യു ക്യാൻ എൻറ്റർ ഗോഡ്സ് കിങ്ഡം ഓൺലി ത്രൂ ദ നാരോ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വാതില്, ആ വാതില് ചെറുതും പിന്നെ വലുതും അങ്ങനെയല്ല. ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യത്തിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും വഴി ഞാൻ ചൂസ് ചെയ്താൽ എനിക്ക് സ്വർഗത്തിലെത്താം ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും വഴിയിൽ കൂടെ എങ്ങനെങ്കിലും ഞാൻ സ്വർഗത്തിലെത്താം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഒരേ ഒരു വഴിയിൽ കൂടെ മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റത്തുള്ളൂ. ഏതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈ വഴിയിലൂടെ, ഈ വാതിലിലൂടെ അല്ലാതെ, വഴി മാത്രമല്ല യേശു, വാതിലും കൂടെ യേശു. ഈ യേശുവായ വാതിലിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിൽ എത്താൻ പറ്റത്തില്ല. വേറെ ഏത് 150 വഴികളുണ്ട്. അങ്ങനെ ധ്യാനിച്ചു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ കൊടുത്തു, അങ്ങനെ നിന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതൊന്നും കാര്യമല്ല. യേശു എന്ന വാതിലിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, യേശുവിലൂടെ അല്ലാതെ പിതാവിനെ കണ്ടെത്തുവാൻ പറ്റത്തില്ല. സ്തോത്രം. തിരുവചനം ഇവിടെ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം, ദൈവരാജ്യത്തിലോട്ടുള്ള വാതില് ഇടുക്കമുള്ളതും ജീവനിലേക്കുള്ള, അല്ലെങ്കിൽ ദൈവരാജ്യം ജീവൻ കാണിക്കുന്നു, ആ ജീവനിലേക്കുള്ള വാതില് ഭയങ്കര ചെറുതും ആ വഴി അത് വളരെ ചുരുക്കം പേരെ അത് കണ്ടെത്തത്തുള്ളൂ. സ്തോത്രം. അതേസമയം നാശത്തിലോട്ടോ നരകത്തിലോട്ടോ ഉള്ള വാതില് വിശാലമുള്ളതും ആർക്ക് വേണമെങ്കിലും അവിടെ എത്തിച്ചേരാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം തിരുവാക്യം തൊട്ട് അങ്ങോട്ട് യേശു കർത്താവ് ഈ ഇടുക്കമായ വാതിലിനെ കുറിച്ച് യേശു കർത്താവ് പറയുന്നേ അതിന്റെ 10-ാം അധ്യായം 1-ാം വാക്യം, I tell you the truth, anyone who sneaks over the wall of a sheepfold rather than going through the gate must surely be a thief and a robber. ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. യേശുവായ വാതിലിലൂടെ അല്ലാതെ എങ്ങും ആർക്കും എത്താനും പറ്റത്തില്ല. ആ വാതിലിൽ കൂടെ അല്ലാതെ കയറാൻ ശ്രമിച്ചാൽ അവനെല്ലാം കള്ളന്, കവർച്ചക്കാരന്. സ്തോത്രം. യേശുവായ വാതിലിലൂടെ സ്തോത്രം. യേശുവായ വാതിലിലൂടെ മാത്രമേ പിതാവായ ദൈവത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. 7-ാം വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയാ, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതില്. I am the gate for the sheep. Hallelujah. അപ്പം ഈ സ്തോത്രം, ആടുകൾ എങ്ങനെയാ ഷീപ്പ് ഫോൾഡിനകത്ത് കേറി ഇറങ്ങുന്നത്, അതേപോലെ തന്നെ യേശു കർത്താവ് പറയാ, ഇന്ന് ആടുകളായ നമ്മൾക്ക് ഓരോരുത്തർക്കും ആയ വാതില് യേശു കർത്താവ്. എന്നിട്ട് 9-ാം വാക്യത്തിനകത്ത് വീണ്ടും ശക്തമായിട്ട് യേശു കർത്താവ് പറയുക, യെസ് ഐ ആം ദ ശക്തമായിട്ട് യേശു കർത്താവ് പറയുക, യെസ് ഐ ആം ദ ഗേറ്റ്. Those who come in through me will be saved. They will come and go freely and will find good pastures. ഞാനാകുന്ന വാതിലിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഞാനാണ് വാതില്. യേശു ഉറപ്പിച്ചോട് പറയാം. അത് എത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാ യേശു കർത്താവ് ആ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നേ, ഞാനാകുന്നു ആടുകളുടെ വാതില്, ഞാനാണ് വാതില് എന്ന് യേശു കർത്താവ് എടുത്തെടുത്ത് പറയുക.
ഹല്ലേലൂയ. യേശുവിലൂടെ വരുന്നവർക്ക് മാത്രമേ ഉറപ്പായിട്ടും നിത്യരക്ഷയ്ക്കകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. യേശു എത്ര ധൈര്യമാണ് നമ്മൾക്ക് പകർന്നു തരുന്നേ. എന്താ അതിന്റെ 9-ാം വാക്യം, എന്താ അതിന്റെ 9-ാം വാക്യം? യെസ്, ഐ ആം ദ ഗേറ്റ്, ദോസ് ഹു കം ഇൻ ത്രൂ മീ വിൽ ബി സേവ്ഡ്. നമ്മളോട് ഉറപ്പ് പറയുക കർത്താവ്. ഹല്ലേലൂയ. എന്നിലൂടെ കടന്നു വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ സേഫ് ആണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ പ്രൊട്ടക്ഷൻ തരാം. കണ്ടോ, കർത്താവിന്റെ യേശുവായ വാതിലിലൂടെ കയറി വരുന്നവരൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. കണ്ടോ, നിങ്ങൾ അകത്തും പുറത്തും നിങ്ങൾ പേടിയില്ലാതെ നിങ്ങൾ കയറി ഇറങ്ങും. അപ്പം യേശുവിലൂടെ എവിടെ നമ്മള് തിരുവചനം ആവർത്തന പുസ്തകം പറയുന്നുണ്ട്, നമ്മളുടെ പോക്കും വരവും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന്. ഇറങ്ങി പോകുന്നതും നമ്മൾ കയറി വരുന്നതും അനുഗ്രഹിക്കപ്പെട്ടതാ. എവിടെ നമ്മൾ ഇറങ്ങി പോകുന്നതും കയറി വരുന്നതും അനുഗ്രഹിക്കപ്പെടുന്നത്? നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിനകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന യേശുവിനോടൊപ്പം നമ്മൾ വെച്ചാൽ ആ നമ്മുടെ വീട്ടിലെ വാതിലല്ല കേട്ടോ, അതല്ല, ആത്മീയ വാതിലിനെ കുറിച്ചാ പറയുന്നത്. പക്ഷെ നമ്മൾ വീട്ടിനകത്തുനിന്ന് നമ്മൾ ഇറങ്ങുന്നത് യേശുവിന്റെ കരം പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം യേശുവിന്റെ കരം പിടിച്ചു നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ സുരക്ഷിതരാ. ക്രിസ്തുവായ വാതിലിലൂടെ തിരുവചനം പറയുന്നു, അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം, അകത്തേക്ക് കയറാം. അല്ലെ, അവിടെ വാക്യം പറയുന്നുണ്ടോ? they will come and go freely and will find good pastures. ഹല്ലേലൂയ. അവര് കയറി ഇറങ്ങുന്നത് വളരെ സുരക്ഷിതം. എന്ന് വെച്ചാൽ ക്രിസ്തുവിലാ നമ്മൾ വസിക്കുന്നേ. ക്രിസ്തുവിൽ വസിക്കുന്ന നമ്മള് ലോകത്തിൽ ഇറങ്ങി സഞ്ചരിക്കുക. ഹല്ലേലൂയ. ഇതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. ക്രിസ്തുവിൽ വസിക്കുന്ന 9-ാം വാക്യം പറയുന്നു, യെസ്, ഐ ആം ദ ഗേറ്റ്, ദോസ് ഹു കം ഇൻ ത്രൂ മീ വിൽ ബി സേവ്ഡ്, ദേ വിൽ കം ആൻഡ് ഗോ ഫ്രീലി. എവിടാ ഈ പോയി വരുന്നത്? അത് മലയാളത്തിൽ ഒന്ന് വായിച്ചു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും എവിടാ ഈ അകത്ത് വരുന്നതും പുറത്തു പോകുന്നതും ഒക്കെ? ക്രിസ്തുവായ വാതിലിലൂടെ നടക്കുന്നവൻ. അപ്പം തിരുവചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പൊ ഈ ക്രിസ്തുവിൽ വസിക്കുന്നവൻ ക്രിസ്തുവിലൂടെ ലോകത്തിലേക്ക് പുറത്തിറങ്ങുന്നു, ക്രിസ്തുവിലൂടെ ഈ ലോകത്തിൽ നിന്ന് അകത്തേക്ക് കയറുന്നു. അല്ലെ, നമ്മൾ ജീവിക്കുന്ന ക്രിസ്തു സ്ഥലത്ത് പോകുന്നു, സ്കൂളിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നു, നമ്മൾ കാറിൽ പോകുന്നു, മറ്റുള്ളവരുമായിട്ട് സഞ്ചരിക്കുന്നു. അല്ലെ, ഈ ലോകത്തുള്ള ജഡമനുഷ്യരുടെ ഇടയിൽ നമ്മൾ സഞ്ചരിക്കുന്നു. അപ്പൊ നമ്മൾ ലോകത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് പ്രാർത്ഥനയിൽ പറഞ്ഞാൽ നമ്മള് പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഈസിയാ, വളരെ സിമ്പിളാ. നമ്മളുടെ വികാരങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാ. എന്നുവെച്ചാൽ നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്തായിരിക്കുന്നേ. പക്ഷെ നമ്മൾക്ക് ഈ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ആ ഒരു പ്രാർത്ഥന ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ബൈബിൾ വായന അല്ലെങ്കിൽ ഇല്ല, നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അല്ലെ, അപ്പം തിരുവചനം പറയാ, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്നതും തിരിച്ച് ആത്മീയ ആ ഒരു സാന്നിധ്യത്തിനകത്തേക്ക് കയറുന്നതും എല്ലാം എന്നിലൂടെയാ, ക്രിസ്തുവിലൂടെയാ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആരെങ്കിലും ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും, നമ്മളൊരു കുറ്റം പറയും, നമ്മൾ ചെയ്യാത്തതൊക്കെ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കും. പക്ഷെ ക്രിസ്തുവിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുക. എന്നുവെച്ചാൽ യേശുവിൽ ഇരിക്കെ തന്നെ നമ്മൾ ലോകത്തിൽ സഞ്ചരിച്ചിട്ട് മടങ്ങി ക്രിസ്തുവിലോട്ട് വരുക. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് നമ്മൾ ആ ആത്മീയതയ്ക്കകത്ത് തന്നെ നിന്ന് നമ്മൾ തിരിച്ച് ക്രിസ്തുവിനകത്ത് കയറിയിരിക്കുന്നുണ്ട്. അതാ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. അവരെ പുറത്തു വരുന്ന they will come and go freely and will find good pastures. എന്ന് വെച്ചാൽ യേശുവിൽ ഇരിക്കെ തന്നെ അവര് ഇറങ്ങി പല കാര്യങ്ങളും നടത്തി തിരിച്ചു വന്നു, സാന്നിധ്യത്തിനകത്തിരുന്നു. അല്ലെ, ഒരു നഷ്ടപ്പെടൽ ഉണ്ടാകുന്നില്ല. എല്ലാം യേശുവിനകത്ത് ഇരുന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് ഭയങ്കര അനുഗ്രഹം. എന്നൊരു വചനം പറയുന്നു, they will find good
പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല മേച്ചിൽപ്പുറങ്ങൾ അവർ കണ്ടെത്തും. എങ്ങനെ? ക്രിസ്തുവായ വാതിലിലൂടെ കേറി ഇറങ്ങി സകലങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ. ഹല്ലേലൂയ. യേശുവിനകത്ത് നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ തിരുവചനം അവിടെ പറയുന്നു, ഹല്ലേലൂയ, അവരെന്നിലൂടെ ആര് എന്നിലൂടെ വരുന്നോ അവര് രക്ഷ പ്രാപിക്കും, അവര് രക്ഷപ്പെടും. നമ്മൾക്ക് ഓഫർ ചെയ്യുക, കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുക സുരക്ഷിതത്വം. ഈ ലോകത്തെങ്ങും സുരക്ഷിതത്വമില്ല, ഈ ലോകത്തെങ്ങും സമാധാനമില്ല. പക്ഷെ യേശുവായ വാതിലിലൂടെ കടന്നു വരുന്നവർക്ക് സുരക്ഷിതത്വം, സമാധാനം, ഹല്ലേലൂയ, സംരക്ഷണം എല്ലാം ഓഫർ ചെയ്യുക. ഹല്ലേലൂയ. ക്രിസ്തുവിനകത്തൂടെ നമ്മൾ പോകുന്നതും, ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് അല്ലേ, നമ്മളുടെ പോകുന്നതും നമ്മളുടെ വരുന്നതും എല്ലാം ബ്ലെസ്ഡ് ആയിരിക്കട്ടെ. കണ്ടോ എങ്ങനെ ഇത് ബ്ലെസ്ഡ് ആവുന്നേ? യേശുവിലൂടെ നമ്മൾ കേറി ഇറങ്ങി ക്രിസ്തുവിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ചെയ്യുന്നതെല്ലാം സക്സസ്ഫുൾ ആയിരിക്കും, വളരെ സൂപ്പർ ആയിരിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുക, യേശുവിലൂടെ അല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. യേശുവിലൂടെ അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല. പിതാവിലേക്ക് എത്തണമെങ്കിൽ യേശു അല്ലാതെ വേറെ ഒരു മാർഗമില്ല. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ. 14:6 യേശു കർത്താവ് ഇങ്ങനെ പറയാ, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ ക്യാൻ കം ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. കണ്ടോ, ഇത് ഫിലിപ്പോസിനോട് പറയുന്ന ഒരു വാക്യമാ. യേശു കർത്താവിനോട് പറയുന്ന ഒരു വാക്യമാ. തോമസിനോട് പറയുന്ന ഒരു വാക്യമാ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ അവിടെ ഒരു ഭവനം പണിത് അവിടെ ഇഷ്ടം പോലെ മുറികളുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് സമയമാകുമ്പോ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം. എന്നിട്ട് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾക്കറിയാം ഞാൻ പോകുന്ന എവിടാന്ന്. അന്നേരം തോമസ് ചോദിക്കുക, എവിടാ കർത്താവെ പോകുന്നത്? എന്നെ ഒന്ന് കാണിച്ച, ഞങ്ങളെ ഒന്ന് കാണിച്ച, എവിടാ നീ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം യേശു പറയുക, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ആർക്കെങ്കിലും വരണമെങ്കിൽ എന്നിലൂടെ അല്ലാതെ വരാൻ പറ്റത്തില്ല. ഇടുക്കമായ ക്രിസ്തുവായ ഈ വാതിലിലൂടെ, ക്രിസ്തുവായ ഈ പാതയിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല. സ്തോത്രം. പല ആൾക്കാരും പറയും, യേശുവിനെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, അല്ലാതെ ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ പ്രവൃത്തികള്, ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികള്. പല ആൾക്കാരുണ്ട്, അവര് യേശുവിനെ അംഗീകരിക്കത്തില്ല, അവര് പിതാവിനെ മാത്രം അംഗീകരിക്കുന്നവരുണ്ട്. അവര് പറയും പിതാവിലേക്ക് ചെല്ലാനായിട്ട് ഇതൊക്കെ മതി എന്ന് പറയും അല്ലെ. പക്ഷെ വചനം വ്യക്തമായി കല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം ഈ ക്രിസ്തുവായ വാതിലിലൂടെ കടന്ന് നമ്മൾ പോകണമെങ്കിൽ മത്തായി സുവിശേഷം 7:14 പറഞ്ഞു, ആ വഴി ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും, അത് വളരെ ചുരുക്കം പേർക്കേ അത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ അല്ലെ. മത്തായി 7:13 നമ്മള് 13-14 നമ്മൾ ഇന്ന് ചിന്തയ്ക്കായി എടുത്ത വാക്യം. അപ്പൊ ആ 14-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, വഴി ഇടുക്കമുള്ളതും ചെറുതായതും കഷ്ടപ്പാടുള്ളതും ഒക്കെയാ. അതുകൊണ്ട് മത്തായി 13:4, മാത്യു ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 44, മത്തായി 13:44 അവിടെ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. The kingdom of heaven is like a treasure that a man discovered hidden in a field. In his excitement he hid it again, sold everything he owned to get enough money to buy the field. കണ്ടോ? അപ്പം സ്വർഗരാജ്യത്തിനെ ഒരു വയലിൽ ഒളിച്ചു വെച്ച് നിധിയായിട്ട് സാമ്യപ്പെടുത്തുന്നത്. ഇറ്റ് ഇസ് ലൈക്ക് എ ട്രെഷർ ദാറ്റ് എ മാൻ ഡിസ്കവേർഡ് ഇൻ എ ഫീൽഡ്. മത്തായി സുവിശേഷം 7:14 പറയുന്നു, വളരെ ചുരുക്കം പേരെ ഇത് കണ്ടെത്തത്തുള്ളൂ അല്ലെ. നിധി എല്ലാരും കണ്ടെത്തത്തില്ല, നിധി വളരെ ചുരുക്കം പേരെ കണ്ടെത്തത്തുള്ളൂ. നിധി അവിടെ ഉണ്ട്, ആർക്ക് വേണേലും ചെന്ന് കണ്ടെത്താം, പക്ഷെ വളരെ ചുരുക്കം പേരെ കണ്ടെത്തത്തുള്ളൂ. കണ്ടോ, ഞാൻ മത്തായി സുവിശേഷം 7:14 മത്തായി സുവിശേഷം 13:44 കൂടെ ചേർത്ത് പറയാം. ഹല്ലേലൂയ.
യേശുവിനെ കണ്ടെത്തുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഈ ലോകത്ത് യേശുവിനെ നമ്മൾ കണ്ടെത്തിയാൽ മറ്റുള്ളതെല്ലാം അത് ഒരു പ്രാധാന്യവും ഇല്ലാത്തതായി പോകും. ഹല്ലേലൂയ. യേശു മാത്രമേ പ്രാധാന്യമുള്ളതുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുള്ളൂ. ബാക്കി ഒന്നും യേശുവിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ ജോലി, നമ്മളുടെ അധ്വാനങ്ങള്, നമ്മളുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ പദവികള്, ഇതൊന്നും ഇറ്റ് ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടൻ്റ്. യേശുവിനെ പോലെ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനെല്ലാത്തിനും സ്ഥാനം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഇന്ന് ഈ ലോകത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും വലിയ നിധിയ യേശു എൻ്റെ പേഴ്സണൽ രക്ഷകനായതാണ്. ഏറ്റവും സേവിയർ, ഹല്ലേലൂയ, എൻ്റെ വ്യക്തിപരമായ എൻ്റെ രക്ഷകൻ ആയിത്തീർന്നതാണ് ഏറ്റവും വലിയത്. യേശുവിനെ കണ്ടെത്തിയതാണ്, ഹല്ലേലൂയ, ഏറ്റവും വലിയൊരു നിധി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആ വയലിൽ ഒളിച്ചു വെച്ച നിധി പോലെ അല്ലെ നമ്മൾ കണ്ടെത്തി, യേശുവിനെ കണ്ടെത്തി. ഇന്ന് ലോകത്ത് എത്രയോ പേര് അവരുടെ യേശുവിനെ കണ്ടെത്തി. ഇന്ന് ലോകത്ത് എത്രയോ പേര് അവരുടെ കാഴ്ചപ്പാടൊക്കെ നശിച്ചു പോകുന്നു. അവര് ബുദ്ധിയില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. എന്താ? യേശു അവരെ നയിക്കാൻ ഇല്ലാത്തത് കൊണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച ഒരു നിസ്സാരം ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പം ചിലപ്പം പലവർക്കും അത് ഓർത്തു, ഈ കാഴ്ച ഞാൻ കണ്ടപ്പോഴും കേട്ടപ്പോഴും ഞാൻ ഓർത്തു, യേശുവിനെ അറിഞ്ഞത് എത്ര മഹാഭാഗ്യം. അല്ലെങ്കിൽ ലോകക്കാരെ പോലെ ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടും അല്ലെ. എനിക്കറിയാം, ജീവിതത്തിനകത്ത് യേശുവായ ഈ നിധിയെ കണ്ടെത്തിയതിനെ പിന്നെ ജീവിതത്തിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിവേകമുള്ളതും ക്രിസ്തുവുമായിട്ട് യോജിച്ചതുമാ. ഹല്ലേലൂയ. അതിനകത്തൊക്കെ ഭാരമില്ല. ചില തീരുമാനങ്ങളൊക്കെ കാണുമ്പോൾ ഓർക്കും തെറ്റിപ്പോയെന്ന്, പക്ഷെ അത് കുറെ കഴിയുമ്പം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അത് തെറ്റിയതല്ല, ദൈവം അനുവദിച്ചതാ, അത് നന്മ തിരിച്ചറിയുന്നത്. ഒരു തീരുമാനം പോലും നമുക്കാർക്കും ദൈവത്തിന്റെ അനുസരണയില്ലാതോ ജ്ഞാനമില്ലാതോ എടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം, ഞങ്ങള് എൻ്റെ പേരൻസിന്റെ വിസ അടിക്കാനായിട്ട് പോയി. വിസ അടിക്കാനായിട്ട് ഞാനിങ്ങനെ ലൈനില് ഞാൻ ആ വിസ അടിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ലൈനിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് അവര് ഈ രാജ്യത്ത് വന്നിട്ട് അവർ ഓവർ സ്റ്റേ ആയി. ഞാനപ്പോ എനിക്ക് കാണാൻ സാധിച്ചു അവരുടെ ഫോണിനകത്ത് അവരുടെ ഫൈന് ഏതാണ്ട് 3,400 dirhams, അങ്ങനെ 3,000 dirhamsന് മേളില് ഓവർ സ്റ്റേ വന്നിട്ടുള്ള ഫൈന്. അപ്പൊ എൻ്റെ ഒരു 10-15 ദിവസം ഇവിടെ നിന്ന് കാണും, അധികം ദിവസം നിന്നിട്ടുണ്ട്. അപ്പൊ അവരവിടെ ചെന്നിട്ട് ആ കൗണ്ടറിലുള്ള ആളിനോട് പറഞ്ഞു അവർക്ക് കയറി പോകണം. അപ്പൊ അയാൾ പറഞ്ഞു ഫൈൻ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു, എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഫൈൻ അടിക്കണോ? അപ്പൊ അവര് പറഞ്ഞു വേണ്ട, ഫൈൻ ഒന്നും അടിക്കണ്ട. അപ്പൊ അയാൾ പറഞ്ഞു ശരി, ഫൈൻ അടിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഈ രാജ്യത്തു നിന്ന് ബാൻ ചെയ്ത് കയറ്റിവിടും, നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് ബാൻ വരും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ രാജ്യത്ത് വന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറഞ്ഞു സാരമില്ല, അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ പാസ്പോർട്ടിനകത്ത് ഒരു ബാൻ അടിച്ചു. എന്നിട്ട് അവർ അതിന് 550 dirhams ഫൈനും അവർ കൊടുത്തു. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അവരോട് ആദ്യം സംസാരിക്കുമ്പം ഞാൻ അവരുടെ പുറകിലുണ്ടായിരുന്നു, ആ സംഭാഷണം മൊത്തം കേട്ടു, ഞാൻ അവരുടെ ഫോണിനകത്തുള്ള ഫൈൻ വരെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം സമയമെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അവരെ ലാസ്റ്റ് ക്യാഷ് പേയ്മെന്റ് കൗണ്ടറിൽ വന്നപ്പോഴും അവരെന്റെ മുമ്പിലുണ്ടായിരുന്നു, അവർ കൊടുക്കുന്ന ഫൈനും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. എന്ന് വെച്ചാൽ അവരുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും വിവേകവും ഇല്ലാഞ്ഞിട്ട് അവര് അബദ്ധങ്ങൾ ചെയ്തു വെച്ചതല്ലേ. ഈ രാജ്യത്ത് ഇനി ഒരിക്കലും പറ്റത്തില്ല, UAE എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ഒരിക്കലും അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് ഈ വന്നിറങ്ങാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവരുടെ പാസ്പോർട്ടിനകത്ത് ആ സ്ത്രീയുടെ പാസ്പോർട്ടിനകത്ത് ബാൻ അടിച്ചു. അവരിപ്പം മനഃപൂർവ്വമായിട്ട് ഓവർ സ്റ്റേ ചെയ്തതായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാരണം കാണും. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് അന്നേരം വന്നത് ഇവര് ദൈവമക്കളായിരുന്നെങ്കിൽ ഇവരിങ്ങനത്തെ വിവേകമില്ലാതെ ആത്മനിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യത്തില്ലായിരുന്നല്ലോ എന്ന് എൻ്റെ അകത്ത്
അവർക്ക് ഓർമ്മ വന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ അവര് മനഃപൂർവ്വമായിട്ട് ഈ രാജ്യത്ത് ഓവർസ്റ്റേ ചെയ്ത് നിന്നിട്ട് രാജ്യം കൊടുക്കുന്ന ശിക്ഷ അവർ ഏറ്റുവാങ്ങി. കർത്താവ് നമ്മളോട് പറയുക, ഞാനാണ് വാതില്, നിങ്ങൾ എന്നിലൂടെ കടന്നു വന്നാൽ നിങ്ങൾ സേഫാണ്, നിങ്ങൾ സുരക്ഷിതമുള്ളതാ. എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ഈ ലോകത്തിലുള്ള വാതില് വിശാലമാ, അത് നാശത്തിലേക്ക് കൊണ്ടുവന്ന, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്നിലൂടെ വന്നാലോ നിങ്ങൾ ഇച്ചിരി വിവേകത്തോടെ നിൽക്കണം. പക്ഷെ എന്നിലൂടെ വന്നാലോ നിങ്ങൾ ഇച്ചിരി വിവേകത്തോടെ നിൽക്കണം. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിലുള്ളവരായിരുന്നെങ്കിൽ അവർ ഈ രാജ്യത്തിന്റെ നിയമം തെറ്റിക്കാൻ നിൽക്കത്തില്ലായിരുന്നു. അവര് രാജ്യത്തിനെയും രാജ്യം ഭരിക്കുന്ന നിയമത്തിനും അവര് വിധേയരായനെ. യേശുവിനെ നോക്കിക്കേ, യേശു എല്ലാ രാജ്യത്തിന്റെ എല്ലാ നിയമത്തിനും വിധേയനായി. കരം അടയ്ക്കേണ്ടത് പോലും ദൈവപുത്രനായിരുന്നു. യേശുവിനെ പറയാമായിരുന്നു, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ എന്തിനാ കരം അടയ്ക്കുന്നേ? പക്ഷെ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നിനക്കും എനിക്കും വേണ്ട പണം, ദ്രഹ്മപ്പണം ദാണ്ട് ആ മീനിന്റെ വായിക്കകത്തോണ്ട് പോയി പിടിച്ചിട്ടെടുത്ത് കൊടുക്കാൻ പറഞ്ഞു, അല്ലെ? ഹല്ലേലൂയ. രാജ്യത്തിന്റെ നിയമത്തിനെ ലംഘിക്കാത്തവൻ. ഹല്ലേലൂയ. അപ്പൊ ഭൂമിയില് ജീവിക്കണമെങ്കിൽ ഇച്ചിരി ഞെരുക്കമൊക്കെ അനുഭവിക്കണം, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കണം. ഹല്ലേലൂയ. ഇച്ചിരി എല്ലാരും പറയുന്നിടത്ത് കീഴ്വഴങ്ങി നിൽക്കാൻ പറ്റത്തില്ല, എല്ലാരെ പോലെയും ആയി തീരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ വാതില് ഇടുക്കമുള്ളത്. പക്ഷെ നമ്മൾ ആ ഇടുക്കമുള്ളത്. പക്ഷെ നമ്മൾ ആ പിടിച്ചു നിന്നാൽ, ക്രിസ്തു പറയുന്നത് പോലെ വില കൊടുത്ത് നമ്മൾ നിന്നാൽ, നമുക്ക് ദൈവരാജ്യത്തിനകത്ത് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും, ക്രിസ്തുവിനോടൊപ്പം വസിക്കാൻ സാധിക്കും. ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾക്കകത്ത് വരും. ചാപ്റ്റർ 10 വേഴ്സ് നമ്പേഴ്സ് 19 and 20. 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആൻഡ് സോ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, we can boldly enter heaven's most holy place because of the blood of Jesus. 20 പറയുന്നു, by his death Jesus opened a new and life-giving way through the curtain into the most holy place. അതിന്റെ 19-20 വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ, നമ്മൾ മത്തായി സുവിശേഷം 7-നകത്ത് കേട്ടു. ഹല്ലേലൂയ. 7-13-14 നമ്മൾ വായിച്ചു. അതുപോലെ യോഹന്നാൻ 14-നകത്ത് നമ്മൾ വായിച്ചു. ക്രിസ്തു മാത്രമേ ഉള്ളൂ പിതാവിലേക്കുള്ള വഴി, ക്രിസ്തു മാത്രമേ ഉള്ളൂ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, ക്രിസ്തു മാത്രമേ ഉള്ളൂ ജീവനിലേക്കുള്ള വഴി. ഹെബ്രായരുടെ 10-നകത്ത് പറയുക, അതുകൊണ്ട് പ്രിയ സഹോദരരെ, ഹല്ലേലൂയ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രിസ്തുവായ തിരശ്ശീലയിലൂടെ, ക്രിസ്തുവിന്റെ ശരീരമായ തിരശ്ശീലയിലൂടെ നമുക്ക് ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശനമുണ്ട്. വെറുതെ അല്ല, പിതാവായ ദൈവം ഇരിക്ക് നമുക്ക് പ്രവേശനമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ, സെക്കറിയ പുരോഹിതൻ ഈ അതിവിശുദ്ധമായ സ്ഥലത്ത് നിന്നപ്പോഴാണ് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, സെക്കറിയാവേ നീ ഭയപ്പെടണ്ട, നിന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകും. ഹല്ലേലൂയ. സെക്കറിയാവ് അവിടെ ബോധം കെട്ട് വീണു, അല്ലെ? വീണില്ല. സെക്കറിയാവ് അവിടെ ബബ്ബബ്ബ പറഞ്ഞ് എല്ലാം ഒക്കെ എന്തുവാ. അപ്പോഴത്തേക്ക് പുറത്തു നിന്ന ജനത്തിനൊക്കെ വിഷമമായി, എന്താ ഈ സെക്കറിയാവ് ഇറങ്ങി വരാത്തത്? എന്താ? അതിവിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും പ്രവേശനമില്ല. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ലേവി പുരോഹിതന് മാത്രമേ അവിടെ കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. പഴയതിനെ പുതിയതാക്കിയവൻ പറഞ്ഞു, ഇനി ലേവി ഗോത്രത്തിൽ നിന്ന് വേണ്ട. അതാണ്ട് യേശു വന്നത് യഹൂദ ഗോത്രത്തിൽ നിന്ന. സ്തോത്രം. യഹൂദ അപ്പം പഴയ നിയമത്തിനെ തീർത്തും തകർത്ത് പൊട്ടിച്ചു മാറ്റി വെച്ചിട്ട് പുതിയ നിയമം കൊണ്ടെന്ന് യഹൂദ ഗോത്രത്തിൽ വന്ന് സിംഹമായ യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, സിംഹമായ യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ദേണ്ട എൻ്റെ ശരീരത്തിലൂടെ ഇനിയും നിങ്ങൾക്കും എനിക്കും, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും വായിക്കാം. ആൻസോ വായിച്ച്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് തുറന്നു തന്ന ജീവനുള്ള പുതുവഴിയായി 20 പറയും, തന്റെ രക്തത്താൽ അതിവിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ അധികാരമുള്ള. മതി, അത് മലയാളത്തിൽ ഇങ്ങനെ കുറേ സ്ഥലത്തോട്ട് പോകുന്നു, അല്ലെ? പക്ഷെ 19-20 വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശു കർത്താവിന്റെ
ശരീരത്തിലൂടെ തിരുശരീരം, ഈ തിരുശരീരം എന്തായി തീർന്നു? അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അവിടെ ഒരു തിരശീല കിടപ്പുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അവിടെ ഒരു തിരശീല കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ഹല്ലേലൂയ പഴയ പല പാരമ്പര്യ സഭകളിൽ പോയാൽ അവിടെ ഒരു തിരശീലയും കൊണ്ട് ടബർനാക്കിളിനെ മറച്ചു വെക്കും, അല്ലെ? അതിപ്പോഴും ആ പാരമ്പര്യത്തിനകത്ത്, അല്ലെ ആ പഴയ നിയമത്തിനകത്തെ പല ആചരണങ്ങൾ അവരവിടെ ചെയ്യുക. പക്ഷെ ഹെബ്രായർ പറയുക, ഇനി ആ തിരശീല ഇല്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശരീരത്തിനകത്തൂടെ നമുക്ക് ഓരോരുത്തർക്കും ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സന്നിധിയിലേക്ക് വേറെ ആരെയും മധ്യസ്ഥം വിളിക്കണ്ട. ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ, പിതാവിന്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ ആർക്കും പറയാൻ പറ്റത്തില്ല, നീ അശുദ്ധമായ ഒരു വ്യക്തിയാ, നിനക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, നിനക്കെങ്ങനെ ആരാധന അർപ്പിക്കാൻ പറ്റും, നിനക്കെങ്ങനെ യാഗം അർപ്പിക്കാൻ പറ്റും? നമ്മൾക്ക് ഓരോരുത്തർക്കും സ്തോത്രം എന്ന യാഗത്തോടെ ഹല്ലേലൂയ അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് നിങ്ങളുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവായ വഴി, യേശു ക്രിസ്തുവായ സത്യം, യേശു ക്രിസ്തുവായ വാതിലിലൂടെ നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാം, പിതാവായ ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ ഞാൻ അങ്ങയോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഡാഡി, എനിക്ക് അങ്ങയോട് ഇത് പറയാനുണ്ട്, എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. നേരിട്ട് പെറ്റിഷൻ ചെയ്യാൻ പറ്റുമെന്ന് വേറൊരാളെ കൂട്ടുവിളിച്ചിട്ട് ആ വ്യക്തിയോട് ചെന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം നിൽക്കാൻ പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ ക്രിസ്തുവിലൂടെയുള്ള വഴി ഹല്ലേലൂയ ഇടുക്കമുള്ളതാ. എല്ലാവർക്കും സാധ്യമല്ല, അല്ലേ? അപ്പൊ മത്തായി സുവിശേഷം 7 അവിടെ പറഞ്ഞു ഇടുക്കമുള്ളതെന്ന് പറയാൻ കാരണമുണ്ട്. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഇറങ്ങുന്നവർക്ക്, ഈ ലോകത്ത് വെച്ച് പ്രതികൂലങ്ങളുണ്ട്, ഈ ലോകത്ത് വെച്ച് പ്രതിസന്ധികളുണ്ട്, ഈ ലോകത്ത് വെച്ച് പലവരും നിങ്ങളെ തള്ളിക്കളഞ്ഞെന്നിരിക്കും, നിങ്ങളോട് ഇല്ലെന്നിരിക്കും. പക്ഷെ സാരമില്ല, ഈ ലോകത്ത് നഷ്ടപ്പെടുന്നത് ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ആരും വിചാരിക്കണ്ട യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം വളരെ സൂപ്പറായി, ഇനി ഞാൻ ഭയങ്കര പണക്കാരിയായിട്ടോ എല്ലാം തികഞ്ഞ വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന്. അല്ല, യേശു ക്രിസ്തുവിൽ വന്നാൽ സ്വസ്ഥതയുണ്ട്, പക്ഷെ ഒപ്പം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ ആര് നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആര് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലും, ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഹല്ലേലൂയ, ഈ ലോകത്ത് വെച്ച് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെല്ലാം ഈ ലോകത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. അപ്പനോ അമ്മയായിട്ട് നമുക്ക് കിട്ടും. ഹല്ലേലൂയ. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒക്കെ ചിലപ്പം വെറുത്ത് കാണും. ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞു കാണും, നീ ആ വഴിയാണോ തെരഞ്ഞെടുത്തത്, ഞാൻ വിളിക്കുന്നിടത്ത് വരുന്നില്ലയോ, അന്നാ എനിക്ക് നിന്നോട് ഒരു കൂട്ടുമില്ല എന്ന് പറഞ്ഞു കാണും. പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് നഷ്ടപ്പെട്ടതിന്റെ കഴിവുള്ളവനാ. ഹല്ലേലൂയ. യേശുവിലൂടെയുള്ള വാതില് ഇടുക്കമുള്ളതാ, ഞെരുക്കമുള്ളതാ. പക്ഷെ യോഹന്നാൻ 10 പറയുന്നു, ഹല്ലേലൂയ, ഈ എഴുക്കവും ഞെരുക്കവുമുള്ള വാതിലിലൂടെ നമുക്ക് ലോകത്ത് കേറി ഇറങ്ങി നമുക്ക് പച്ചയായ പുൽപ്പറങ്ങള് കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ കേറി ഇറങ്ങി നമുക്ക് വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ കേറി ഇറങ്ങി നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ നമ്മൾ നന്മയ്ക്കകത്തേക്ക് വരും, ഉയർച്ചയ്ക്കകത്തേക്ക് വരും, അനുഗ്രഹത്തിനകത്തേക്ക് വരും. വിശാലമുള്ള ലോകം തിരഞ്ഞെടുക്കുന്ന പോലെ വിശാലമുള്ള വാതിലിന്റെ പിന്നാലെ പോകണ്ട. കഷ്ടതകൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും, ചിലതിനൊക്കെ മറ്റുള്ളവരെ പോലെ ആയിത്തീരാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് പ്രതിഫലം തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അറിയേണ്ടത്, ഒന്ന്, ഇടുക്കമായ വാതിലായ ക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിനകത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. 2, ഈ ക്രിസ്തു ഏറ്റവും വിലയേറിയ ഒരു ട്രഷറാണ്, ഒരു നിധിയാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും കണ്ടെത്താൻ പറ്റത്തില്ല. 3, ഹെബ്രായർ ലേഖനം പറയുന്നു, ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഹോലി ഓഫ് ഹോലീസ്, ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന്റെ അരികിൽ നമ്മൾ
പ്രിയ മക്കളായി തീർന്നു. നമ്മൾക്ക് അപ്പായോട് നേരിട്ട് നമുക്ക് സംസാരിക്കാം ക്രിസ്തു തുറന്നു തന്ന വാതിലിലൂടെ. 4, നമ്മൾ അറിയേണ്ടത് ഈ ലോകത്ത് ക്രിസ്തുവായ ഇടുക്കമുള്ള വാതിലിലൂടെ നമ്മൾ സ്വർഗത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹല്ലിയ നമുക്ക് കഷ്ടതകൾ കാണും, പ്രതിസന്ധികൾ കാണും. ഈ ലോകത്ത് നമ്മൾക്ക് വേണ്ട എന്ന് വെക്കേണ്ടത് എല്ലാം 100 ഇരട്ടിയായി നന്മകള് കർത്താവ് നമുക്ക് കൊണ്ടുതരും. ഹല്ലേലൂയ. യേശുവായ വാതില് ഇടുക്കമുള്ളതാണെങ്കിലും അത് നിത്യജീവനകത്തേക്കും യേശു ഉറപ്പ് പറയുന്നു, യു വിൽ ബി സേഫ്. ഹല്ലിയ. നിങ്ങൾ സുരക്ഷിതമുള്ളവരായിരിക്കും, നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കും. ഹല്ലിയ. യു വിൽ ബി സേഫ്. ഉറപ്പായിട്ടും കർത്താവ് അങ്ങനെ തന്നെ പറയുക അല്ലെ. നമ്മൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. യോഹന്നാൻ സുവിശേഷം 10:9 പറയുന്നത്, ദോസ് ഹു കം ത്രൂ മീ വിൽ ബി സേവ്ഡ്. ആരൊക്കെ എന്നിലൂടെ വരുന്നോ അവര് രക്ഷ പ്രാപിക്കും അല്ലെ എന്ന് പറഞ്ഞാൽ അവര് സുരക്ഷിതത്വം, രക്ഷ, നന്മ, സ്വസ്ഥത അവര് കേറും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശു നമുക്ക് തന്നിരിക്കുന്ന രക്ഷ വലുത, സൗജന്യമായിട്ടാണെങ്കിലും അത് വലുത. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യട്ടെ. ധൈര്യമായി ദൈവസിംഹാസനത്തിൽ മുമ്പിൽ കയറി ചെല്ലുവാൻ, ഹല്ലേലൂയ, യോഗ്യനാക്കിയവനെ മാത്രം സേവിക്കുവാൻ കർത്താവ് ധൈര്യം പകരട്ടെ. ഹല്ലേലൂയ. ലോകത്തിനു വേണ്ടി നിൽക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ ധൈര്യം പകരട്ടെ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.